കല്യാണം കഴിഞ്ഞിട്ടും നിങ്ങൾ വേർപിരിഞ്ഞ് നിന്നിട്ടാണോ നിൽക്കുന്നത്? ആർക്കെങ്കിലും വേണ്ടിയും എന്തെങ്കിലും വേണ്ടി അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ വേർപിരിഞ്ഞാണോ നിൽക്കുന്നത്? നിങ്ങളുടെ ലൈഫ് ആരും ഹാപ്പി അല്ല, നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയുള്ളവരാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നതെന്നാണ് ആദ്യം ഞാൻ നോക്കി പറയുന്നത്. രണ്ടാമത്തെ കാർഡ്, അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ. മൂന്നാമത്തെ കാർഡെന്ന് പറയുന്നത് അത് പരിഹരിക്കപ്പെടുമോ. എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ പിന്തുണ, അതായത് ഒരുപാട് വീട്ടുകാരുടെ നിർബന്ധപ്രകാരമായിരിക്കും ആ ഒരു കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ റീഡിങ്സ് കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. ഒന്നാമത്തെ കാർഡ് ദ ടവറാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരാനായിട്ട് പോവുകയാണ്. അതായത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ തകിടം മറിഞ്ഞിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചാണ് ജീവിക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകുമോ, ഇത് പറഞ്ഞാൽ പ്രശ്നം തീരുമോ എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ ഹൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതശൈലിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്കതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും, ഒരു തകിടം മറിഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള പല തരത്തിലുള്ള ജീവിത സ്റ്റൈലും, നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളായിരിക്കാം, നല്ല രീതിയിലൊരു ഫുഡ് പാറ്റേൺ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് അത് കഴിക്കൂ, ഇത് കഴിക്കൂ, അങ്ങനെ കഴിക്കൂ, ഇങ്ങനെ കഴിക്കൂ എന്നൊക്കെ കോമൺ ആയി ഞാൻ പറയുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടേതായിട്ടുള്ള വികാരങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രാധാന്യം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ. അതായത് നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ ഓപ്ഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വിവാഹം കഴിഞ്ഞ് വന്ന് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വികാരത്തിന് ഒരു യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ നിന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ, അതായത് സഡൻ ചേഞ്ചാണ് വരുന്നത്. ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചേഞ്ചസാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ നിങ്ങൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിലും സത്യങ്ങൾ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇനി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ നേരിട്ടുണ്ട്. അതായത് ഒരു ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതായത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്നൊരു വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജീവിതശൈലി, ഇപ്പോൾ അവരെടുത്ത് തരുന്ന ഡ്രസ്സുകൾ കാര്യങ്ങൾ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കാം. സഡനായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നിങ്ങൾക്ക് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെന്ത് വിചാരിക്കും എന്നാൽ അങ്ങനെയൊന്നും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും വരുന്നില്ല. പിന്നെ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറ്റബോധമുണ്ട്. അത് തത്തുല്യമല്ലേ എന്നുള്ളൊരു കുറ്റബോധം നിങ്ങൾ പലരുടെയും മനസ്സിൽ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ തത്തുല്യം തന്നെയാണ് നിങ്ങൾ ആ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്, തുല്യത നിറഞ്ഞിട്ടുള്ള സ്റ്റേജ് തന്നെയാണ്. അവിടെ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യങ്ങളും വരുന്നില്ല. പലരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ്, അവിടെ ഒരു തുല്യത ഇല്ലേ, എനിക്കൊരു തുല്യത ഇല്ലേ എന്നുള്ളത് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ട് നിങ്ങൾ വിഷമിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സഡൻ ആയിട്ടുള്ള ഈ ഒരു ചേഞ്ച് നിങ്ങൾ കുറച്ചൊക്കെ ഓപ്പണായി പറയുക, കാര്യങ്ങൾ ഓപ്പണായിട്ട് ചെയ്യുക. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അംഗീകരിക്കുമോ, ഞാൻ ഇത്രയ്ക്കാണ് ഉള്ളൂ അതുകൊണ്ട് ഞാൻ എന്നെ അംഗീകരിക്കുമോ. നിങ്ങളതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവിടെ പറയാം. എന്നിട്ട് അവിടെ നിന്നൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലല്ലേ നമുക്ക് വേറൊരു കാര്യം ആലോചിക്കേണ്ടുള്ളൂ. അപ്പോൾ ഇത് ക്ലോസായി പോവുകയാണ്, സംസാരിച്ച് പലതിലേക്കും ക്ലോസായി പോവുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കണക്റ്റ് ആക്കുന്നില്ല എന്തായാലും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചേഞ്ച് അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി നിൽക്കുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. വളരെയധികം വിഷമത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയധികം വിഷമിക്കരുത്. ഈ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. വലിയ വലിയ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കരുത്. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞവരുണ്ടായിരിക്കാം, കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായിരിക്കാം, സഹിച്ചു മടുത്തു, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. സംസാരിക്കുക. ഒരു മീഡിയേറ്റർ എപ്പോഴും വയ്ക്കുമ്പോൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള വികാരങ്ങൾ നിങ്ങൾക്ക് മാത്രമേ, നിങ്ങളുടെ മൊമെൻറ്റ്സ് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. മീഡിയേറ്റർക്ക് അവരുടെ അഭിപ്രായങ്ങളാണ് ഉണ്ടാവുള്ളൂ. അതൊരിക്കലും ജെനുവിനാവണമെന്നില്ല. രണ്ടാമത്തെ കാർഡ് നോക്കാം. നിങ്ങൾ ഒരു കോപത്തിൽ വളരെ തെറ്റായിട്ടുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് ആത്മവിശ്വാസമെന്നോ അഹങ്കാരമെന്നോ ദീർഘവീക്ഷണമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. കിങ് ഓഫ് വാൺസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ കാർഡ്. ഒരു തീരുമാനം നിങ്ങൾ എടുത്ത് കഴിഞ്ഞു, പക്ഷേ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. വാശിപ്പുറത്ത് എടുത്തു പോയൊരു കാര്യങ്ങളാണ്, വാശിപ്പുറത്ത് പറഞ്ഞു പോയ കാര്യങ്ങളാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് തിരിച്ചു വരണം.
അത് നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക്. ഇതിൽ നിങ്ങളൊരു ബന്ധത്തിൽ വളരെയധികം ആധിപത്യം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ ഇഷ്ടം ആ ഒരു ഇഷ്ടം മാത്രമായിട്ട് നിൽക്കുകയാണ്. കാരണം നിങ്ങൾ തുറന്ന് സംസാരിക്കാത്തതിൻ്റെ പേരിലുണ്ടായുള്ള അകൽച്ച മാത്രമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പരസ്പരമുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതിൻ്റെ സാഹചര്യത്തിൽ പലരുടെയും അഭിപ്രായങ്ങൾ കാരണം കൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ഒറ്റൊരു കാര്യം ആലോചിക്കുക, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിൽ പലരും അഭിപ്രായം പറയാനുണ്ടായിരിക്കും. അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, മുത്തശ്ശനായിക്കോട്ടെ, മുത്തശ്ശി ആയിക്കോട്ടെ. പക്ഷേ ഒരുമിച്ച് ജീവിക്കേണ്ടത് നിങ്ങളാണ്. ഇതിൽ ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനം കൊണ്ട് മാത്രം എടുത്തു പോയ പെട്ടെന്നുള്ളൊരു ദേഷ്യം കൊണ്ട് എടുത്തു പോയേക്കുന്ന പല തീരുമാനങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി ചിന്തിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ അഭിപ്രായം പറയുന്ന പല ആൾക്കാരുണ്ടായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം, പാരൻസ് ആയിരിക്കാം. പക്ഷേ അവരുടെ അഭിപ്രായങ്ങളല്ല നിങ്ങൾ കൂടുതൽ എടുക്കേണ്ടത്. നിങ്ങളുടെ പങ്കാളിയുടെ ഫീലിങ്സ്, വേവലിങ്ത്, അവരുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ പാരൻസ് ആണെങ്കിലും മറ്റ് ബന്ധുക്കളാണെങ്കിലും നിങ്ങളോട് പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ ജസ്റ്റ് അഭിപ്രായങ്ങൾ മാത്രമാണ്. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്താലും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും വരാനൊന്നും പോകുന്നില്ല. അവർക്ക് അവരുടെ മാനസിക വിഷമത്തിനോ അല്ലെങ്കിൽ അവരുടെ ഉറക്കത്തെയോ മനസ്സമാധാനത്തെയോ ഒന്നും തന്നെ ബാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം കൊണ്ടെടുത്ത തീരുമാനങ്ങളൊക്കെ ഒന്നും കൂടി പുനഃപരിശോധിക്കുക. കാരണം ഒരു ആധിപത്യം കാണിക്കല്ല നിങ്ങൾ വേണ്ടത്. ഞാൻ ഭർത്താവാണ് അല്ലെങ്കിൽ ഭാര്യയാണ് എന്നുള്ളൊരു ആധിപത്യമല്ല നിങ്ങളവിടെ കാണിക്കേണ്ടത്. ഒരു ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ഒരു അഹങ്കാരം ഒന്നും അവിടെ നിങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കുറച്ച് അഴഞ്ഞ രീതിയിൽ, നല്ല സോഫ്റ്റായിട്ട്, നല്ല രീതിയിൽ നിന്ന് ചിന്തിച്ച് നോക്കുക. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്ന ലൈഫ്, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. അപ്പോൾ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് നിങ്ങൾ ഒറ്റ കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് നിൽക്കുന്ന ആൾക്കാരെ അതിൽ നിന്ന് പിന്മാറണം എന്നുള്ള രീതിയിലുള്ള വേർഡ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണ് അതിൽ. അല്ല, നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഒരു ആത്മസംതൃപ്തിയില്ല, നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ ആണെങ്കിൽ നിങ്ങളത് കേൾക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോഴും നിങ്ങൾ സെപ്പറേറ്റ് ആവണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു വാശിപ്പുറത്ത് ഒരു സാഹചര്യം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വാക്ക് തർക്കം, ഒരു വാക്ക് കയ്യിൽ നിന്ന് പോയി, അങ്ങനത്തെ. അപ്പോൾ അതൊക്കെ ഈഗോ കാറുകൊണ്ട് വന്നേക്കുന്നതാണ്. അതൊക്കെ പറഞ്ഞ് തീരാവുന്ന കാര്യങ്ങളുള്ളൂ. പറഞ്ഞ് അതൊക്കെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കഴിയും. അത് തന്നെ അതിന് ഏറ്റവും വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് അഹങ്കാരത്തിനാണ്. അഹങ്കാരമല്ല നിങ്ങൾക്ക് വേണ്ടത്, ഒരു ആത്മവിശ്വാസമാണ് ചിലരുടേത്. പക്ഷെ അതല്ല വേണ്ടത്. ആ ഒരു വികാരങ്ങളെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യും. അവിടെ നിങ്ങൾ ഈഗോ അടിച്ചിങ്ങനെ നിൽക്കാണ്ട് നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ തുറന്നിട്ടുള്ള രീതിയിലുള്ള ആശയവിനിമയം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സക്സസ് ആണ്. മൂന്നാമതൊരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇടപെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. അത് ആരാണെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിലാക്സ്, നല്ലൊരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ കിട്ടും. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകാതെ തന്നെ നിങ്ങളുടെ ഇടയിലുള്ളൊരു പ്രശ്നം പരിഹരിക്കപ്പെടും. നല്ലൊരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഇതിൽ കാണുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഭയങ്കര വിഷമത്തിലാണ്, ഭയങ്കര സങ്കടത്തിലാണ്, അങ്ങനെയുള്ളൊരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ട്. കാരണം കാര്യങ്ങളൊന്നും ഇപ്പോഴും സക്സസ് ആയിട്ടില്ല, കാര്യങ്ങളൊന്നും ഇപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ടല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പലരുടെ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ എടുക്കുകയാണെന്നെങ്കിൽ പലരും നിങ്ങളോട് പറഞ്ഞു തരുന്ന പലരാണ്. നിങ്ങളുടെ ദാമ്പത്യത്തിലെ ലൈഫിലേക്ക് കടന്ന് കയറി ആക്രമിക്കുന്ന പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അത് നിങ്ങളുടെ വീട്ടിലുള്ള പലരും ആയിരിക്കാം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം. പക്ഷേ നിങ്ങൾ ഓപ്പണായിട്ട് അവരോട് പറയാത്ത രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അവർ പറയുന്നതെല്ലാം ശരിയാണെന്നുള്ളതാണ് അവരുടെ ധാരണ. പക്ഷേ അത് തെറ്റിദ്ധാരണയാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അതാണ് നിങ്ങൾക്ക് ഇപ്പം മുന്നിലേക്ക് വെക്കേണ്ട ഒരു സ്റ്റെപ്പ്. അവരെന്ത് വിചാരിക്കും എന്നുള്ളതിലുപരി നിങ്ങളുടെ ലൈഫ് എന്താണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പലരുടെയും അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. ചില വീടുകളിലൊക്കെ ഏഷണികളിൽ കുശുമ്പ്, കുന്നായ്മകൾ, പാരവയ്പ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനല്ല വിവാഹം കഴിക്കേണ്ടത്, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാണ്. പലരുടെയും ആശയങ്ങൾ കാരണം കൊണ്ട് നിങ്ങളൊരു പക്ഷേ രണ്ട് തരത്തിൽ നിന്നേക്കാം. അതൊന്നും നിങ്ങൾ ഒരു തരത്തിലും ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ കുറച്ച് ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ളൊരു കൂട്ടത്തിലാണ്. അതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട്, അതായത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ളൊരു ഫുൾഫിൽമെൻറ്റ് വരുന്ന ഒരു ഡ്രീംസ് കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ ആര് എന്ത് എങ്ങനെ ഏഷണി അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു താൽക്കാലിക ഒരു അകലം അവരെ സന്തോഷിക്കാന്നുള്ള രീതിയിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു വ്യക്തി
നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനൊരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ തന്നെയായിരിക്കാം. പക്ഷെ അതെടുത്ത് പറയാനായിട്ട് എനിക്ക് കഴിയില്ല ആരാണ് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്ന, നല്ല രീതിയിൽ ബന്ധത്തിൽ വരുന്ന, നല്ല രീതിയിലുള്ള ആം, സഹോദരി ബന്ധം അല്ലെങ്കിൽ സഹോദര ബന്ധം, മാതൃതുല്യം, അങ്ങനെയുള്ള നിങ്ങൾക്ക് കണക്റ്റഡ് ആക്കാൻ പറ്റുന്ന ഒരാൾ, നല്ല അടുപ്പത്തിലുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപദേശം തരുന്നുണ്ട്. നല്ല രീതിയിൽ മൗനം പാലിച്ചിട്ട് അവർ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിനൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കള്ളൻ വെളിച്ചത്തെത്തിക്കഴിഞ്ഞു. ആദ്യമൊന്നും നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല എന്താണ് കാര്യം എന്നുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് കള്ളൻ വെളിച്ചത്തെത്തി എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ലൈഫ്, സക്സസ് ചെയ്യുന്നൊരു ഫാമിലി ലൈഫ് തന്നെ ഇവിടെ കാണുന്നുണ്ട്. സോ എത്ര കള്ളത്തരം ആര് കാണിച്ചു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരും. അവർ ചെയ്തതിനൊക്കെ അവർക്ക് പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. അവരെന്താണോ നിങ്ങളോട് കാണിച്ചത് അത് അവരുടെ ലൈഫിലേക്ക് ഒരു പക്ഷേ സംഭവിച്ചേക്കാം. കാരണം ഡിവൈൻ ലവ്, നിങ്ങൾ നല്ല രീതിയിലുള്ള അനുഗ്രഹമുള്ള, നല്ല രീതിയിൽ സ്നേഹിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാപ്പിനെസ്, ഉള്ളിലുള്ള ഹാപ്പിനെസ് എല്ലാം നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടായിട്ടുള്ള, നല്ല രീതിയിൽ നിങ്ങൾ ശരിയാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ ലൈഫ് മാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളാവണത്. ചിലപ്പോൾ കറിക്ക് ഉപ്പ് കൂടി എന്നുള്ള കാര്യം കൊണ്ടായിരിക്കും നിങ്ങൾ ഏറ്റവും വലിയൊരു പ്രശ്നത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വിട്ട് കളയുക. വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ എന്നല്ല ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കുടുംബ വഴക്കുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് അതിൽ നിന്ന് കണക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക അത്തരം സംസാരങ്ങൾ. അങ്ങനൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇല ചവിട്ടി വഴക്കുണ്ടാക്കുക എന്നുള്ള മലയാളത്തിലൊരു പദപ്രയോഗമുണ്ട്. അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട്. നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ലൈഫിൽ വെറുതെ വഴക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ദാമ്പത്യ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഏഷണി കൊണ്ടോ ഒരു പാര കൊണ്ടോ ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ചലാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ തുറന്ന ആശയവിനിമയം നടത്തുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കുക. നല്ല രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുക. നല്ല രീതിയിൽ ഫാമിലിനെ കെയർ ചെയ്യുക. അതിപ്പോൾ ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള കെയറിങ് കൊടുത്തുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ഒന്നും തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് ഒന്നും ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നമ്പർ കാര്യങ്ങൾ ഡീറ്റെയിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. നൈറ്റ് മാത്രമായിരിക്കും നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പകൽ അയച്ചു കഴിഞ്ഞെങ്കിൽ, പകൽ നമുക്ക് ഒരുപാട് തിരക്കുകൾ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പകൽ നമുക്ക് ഓൺലൈനിൽ ഇരിക്കാനായിട്ടുള്ള സമയം കിട്ടില്ല. വൈകിട്ട് മാത്രമായിരിക്കും നമ്മൾ ഓൺലൈനിലുള്ള കാര്യങ്ങൾക്ക് മറുപടി നൽകുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.